ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദരിയൈ നമ. ഹരി ഓം. ശ്രീമദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദേവി മഹാത്മ്യത്തിലെ 8-ാം അധ്യായം. അതിൽ ലാസ്റ്റ് പഠിച്ചത് ദേവി മഹാദേവനെ ദൂതനായിട്ട് വിട്ടു. അവരോട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പാതാളത്തിലേക്ക് പോയിക്കൊള്ളുക, അല്ല എങ്കിൽ എൻ്റെ കുറുനരികൾക്ക് നിങ്ങൾ ആഹാരമായി തീർന്ന് തൃപ്തരായി, അവർ കുറുനരികൾ തൃപ്തരായി തീരട്ടെ എന്നൊക്കെ പറയാൻ പറഞ്ഞു വിട്ടു. അങ്ങനെ ഭഗവാൻ ചെന്ന് അങ്ങനെ പറഞ്ഞു. പിന്നെ എന്തുണ്ടായി എന്നാണ് പറയുന്നത്. ആ ദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് അസുരന്മാർക്ക് ദേഷ്യമുണ്ടായിട്ട് എന്താ അവർ പറഞ്ഞത്? ഉടനെ അവർ യുദ്ധത്തിനായിട്ട് ദേവി ഇരിക്കുന്ന ഭാഗത്തേക്ക്, എത്ര കാത്യായനി സ്ഥിത എന്ന് പറഞ്ഞു അല്ലേ, ജഗ്മൂർ എത്ര കാത്യായനി സ്ഥിത, കാത്യായനി ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു എന്ന് പറഞ്ഞാണ് നിർത്തിയത്. ഇനി അതിൻ്റെ ബാക്കി ഓരോ ശ്ലോകം എടുത്ത് നമുക്ക് അർത്ഥം നോക്കാം. 3-4 ശ്ലോകം അങ്ങോട്ട്. ആദ്യത്തെ ശ്ലോകമാണ് ഇന്ന് 85-ാം ദിവസത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ശ്ലോകം: തതപ്രഥമമേവാഗ്രേ ശരശക്തൃഷ്ടിവൃഷ്ടിഭിः വവുർഷുരുദ്ധതാമർഷാः താം ദേവീമരാരയഃ. തതഃ അനന്തരം പ്രഥമം ഏവ അഗ്രേ, പ്രഥമമേവാഗ്രേ ശരശക്തിഃ ഋഷ്ടിഃ വൃഷ്ടിഭിः, ശരശക്തിവൃഷ്ടിവൃഷ്ടിഭിः വവർഷുः ഉദ്ധതാം അർഷാः, വവർഷുരുദ്ധതാമർഷാः ദേവീം അമരാരയഃ. ഇതാണ് വാക്കുകൾ. തഥ അനന്തരം പ്രഥമം എന്നിവിടെ പറഞ്ഞാൽ ആദ്യം, ഏവ അപ്പോൾ തന്നെ, അഗ്രേ എന്ന് പറഞ്ഞാൽ ആദ്യം, അനന്തരം അപ്പോൾ തന്നെ എന്തുണ്ടായി? വവർഷുരുദ്ധതാമർഷാഹ. ഉദ്ധതാമർഷ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച കോപത്താൽ അവർക്ക് അമർഷം ഉണ്ടായി എന്ന് പറഞ്ഞാൽ കോപം ഉണ്ടായി. ആ വർദ്ധിച്ച രോഷം കൊണ്ട് അവരെന്ത് ചെയ്തു? വവർഷു എന്ന് പറഞ്ഞാൽ വർഷിച്ചു. താം ദേവി, ആ ദേവിയുടെ നേരെ അമരാരേഹ, അമരന്മാർ ദേവന്മാരാണ്, അവരുടെ അരികൾ ശത്രുക്കൾ, അമരാരയന്മാർ അസുരന്മാർ. അവരെന്ത് ചെയ്തു? ദേവിയുടെ നേരെ അപ്പോൾ തന്നെ വർദ്ധിച്ച കോപത്തോടു കൂടി ശരം എന്ന് പറഞ്ഞാൽ അമ്പ്, വേല്, ശക്തി എന്ന് പറഞ്ഞാൽ വേല്, പിന്നെ ഋഷ്ടി എന്ന് പറഞ്ഞാൽ കുന്തം അല്ലെങ്കിൽ ഈട്ടി എന്ന് പറയുന്ന ആയുധം. വൃഷ്ടിഭിഹി എന്ന് പറഞ്ഞാൽ വർഷിച്ചു എന്നർത്ഥം. അപ്പം മഴ പെയ്യുന്നത് പോലെ ആയുധങ്ങൾ, ശരം, വേല്, കുന്തം തുടങ്ങിയ ആയുധങ്ങൾ താം ദേവി, ആ ദേവിയുടെ നേർക്ക് വർഷിച്ചു എന്നർത്ഥം. തതപ്രഥമമേവാഗ്രേ ശരശക്തിവൃഷ്ടിഭിः വവർഷുരുദ്ധതാമർഷാः താം ദേവീമരാരയഃ. ആ വവർഷുരുദ്ധതാമർഷാസ്താം ഒന്നിച്ചും വായിക്കാം കേട്ടോ. അതായത് അനന്തരം അവർ ആദ്യമായി ബാണം എന്ന് പറഞ്ഞാൽ അമ്പ്, വേല്, ഈട്ടി എന്നീ ആയുധങ്ങൾ
ദേവിയുടെ നേരെ വർഷിച്ചു എന്നർത്ഥം. അടുത്ത ശ്ലോകം സാചത്താൻ പ്രഹിതാൻ ബാണാൻ ശൂലശക്തി പരശ്വതാൻ ചിച്ഛേദ ലീലയാത്മാധനുർമുക്തൈർമഹേഷുഭിः. സാ ച താൻ താൻ അവർ, സാ അവൾ, പ്രഹിതാൻ ബാണാൻ, ശൂല ശക്തി പരശ്വതാൻ എന്ന് പറഞ്ഞാൽ പരശു തുടങ്ങിയ ആയുധങ്ങളെ എന്നാണ് പരശ്വതാൻ. ചിച്ഛേദ ഛേദിച്ചു, ലീലയാത്മാധനുർമുക്തൈഃ മഹേഷുഭിः. ലീലയാത്മാദം എന്ന് പറഞ്ഞാലോ ലീലയായി, ഈസിയായി എന്നർത്ഥം. ആത്മാദം ധനുർമുക്തൈഃ ധനുഹു മുക്തൈഃ മഹാ ഇഷുഭിः എന്ന് പറഞ്ഞാൽ വലിയ, ഇഷു എന്ന് പറഞ്ഞാൽ അമ്പാണ്, അസ്ത്രങ്ങൾ കൊണ്ട് ദേവിയുടെ കയ്യിലുള്ള അസ്ത്രങ്ങൾ കൊണ്ട് അവർ വിട്ട എല്ലാ ശസ്ത്രങ്ങളെയും ആയുധങ്ങളെയും പൊടിച്ചു കളഞ്ഞു എന്ന്. സാചതാൻ, സാ അവൾ, താൻ അവരാകട്ടെ, അവർ പ്രയോഗിച്ച, അതാണ് ഇവിടെ പ്രഹിതാൻ എന്ന് പറഞ്ഞത്. അവർ പ്രയോഗിച്ച, അസുരന്മാർ പ്രയോഗിച്ച ബാണങ്ങളെ, അമ്പുകളെ, ശൂല ശക്തി പരശ്വതാൻ, ശൂലം, വേല്, പരശു തുടങ്ങിയ ആയുധങ്ങളെ ചിച്ഛേദ ഛേദിച്ചു, മുറിച്ചു കളഞ്ഞു. ലീലയാത്മാധനുമുക്തൈർമഹേഷുഭിः. ലീലയായി നല്ലതുപോലെ മുഴങ്ങുന്ന ഭയങ്കര ശബ്ദത്തോടു കൂടിയ ആ വില്ല്, ധനു എന്ന് പറഞ്ഞാൽ വില്ല്, മുക്തൈ എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ആ വില്ല് കുലച്ചു. അപ്പം ഇഷുഭിः, ഭയങ്കരമായ ശബ്ദത്തോടു കൂടി ആ വില്ല് കുലച്ചു. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ വില്ല് ഞാണ് വലിച്ച് ഞാണിൻ്റെ ശബ്ദം ഉണ്ടാക്കും. അങ്ങനെ ആ വില്ല് കുലച്ചപ്പോൾ ഭയങ്കരമായ ശബ്ദമുണ്ടായി. ആ ദേവിയുടെ കയ്യിലിരുന്ന അസ്ത്രങ്ങൾ കൊണ്ട് ആ ശബ്ദം തന്നെ വന്നപ്പോഴേ എല്ലാം പൊടിഞ്ഞു പോയി. കൂടാതെ ദേവി തൻ്റെ കയ്യിലുള്ള അസ്ത്രങ്ങൾ കൊണ്ട് ബാക്കി എല്ലാത്തിനെയും പൊടിച്ചും കളഞ്ഞു. സാചതാൻ പ്രഹിതാൻ ബാണാൻ ശൂലശക്തി പരശ്വതാൻ ചിച്ഛേദ ലീലയാത്മാധനുർമുക്തൈർമഹേഷുഭിः. ലോകമാതാവായ ആ ദേവി അസുരന്മാർ പ്രയോഗിച്ച ബാണങ്ങളെയും ശൂലം, ശക്തി, പരശ്വതം എന്നു തുടങ്ങിയ ആയുധങ്ങളെയും ഒരു പ്രയാസവും കൂടാതെ ഈസിയായി മുറിച്ചു കളഞ്ഞു. അടുത്ത ശ്ലോകം തസ്യാഗ്രതസ്തഥാ കാളി ശൂലപാദവിതാരിതാൻ ഖഡ്വാംഗബോധിതാം ചാന്യാൻ കുർവതി വ്യചരത്തഥാ. തസ്യാഹ അഗ്രത തഥാ കാളി ശൂലപാദവിതാരിതാൻ ഖഡ്വാംഗബോധിതാൻ ച അന്യാന്നും അരിയാന്നുമുണ്ട്. അരികൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ, അന്യൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ, വേറെ ചിലർ. അന്യാൻ കുർവതി വ്യചരത് തഥാ തസ്യാഗ്രസ്തഥാ കാളി തഥാ കാളി ശൂലപാദവിതാരിതാൻ. അപ്പോൾ വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം? തസ്യാഗ്രതസ്തഥാ കാളി ശൂലപാദവിതാരിതാൻ ഖഡ്വാംഗബോധിതാം ച അന്യാൻ കുർവതി വ്യചരത്തഥാ. കുർവതി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവളായി. വ്യചരത് എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക, അവിടെയൊക്കെ ചരിച്ചു എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഓടി നടന്നു. എന്തുകൊണ്ട്? ശൂലം കൊണ്ട് കുത്തി മാറൊക്കെ പിളർന്നു. മറ്റു ചിലരെ ഖഡ്വാംഗം കൊണ്ട് കുത്തിക്കൊന്നു.
വേറെ ചിലരെ ഇങ്ങനെ ഓരോ ആയുധങ്ങളാൽ ദേവി അവരെയെല്ലാം കൊന്നുകളഞ്ഞു എന്നർത്ഥം. തസ്യാഗ്രതസ്തഥാ കാളി ശൂലപാദവിധാരിതാൻ ഖഡ്വാംഗബോധിതം. ബോധിതം എന്ന് പറഞ്ഞാൽ ചതയ്ക്കുക എന്നർത്ഥം. ചതച്ച് കളഞ്ഞു എന്ന ബോധിത. ഖഡ്വാംഗം കൊണ്ട് ചതച്ച് കളഞ്ഞു. അന്യാൻ കുറുവതീവചരത്തത്. അവിടെയെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടങ്ങ് നടന്നു എന്ന് അർത്ഥം. അനന്തരം ഭദ്രകാളി ഭഗവതിയുടെ മുമ്പിൽ വെച്ച് ത്രിശൂലം കൊണ്ടും ഖഡ്വാംഗം കൊണ്ടും ആയുധം കൊണ്ടും അസുരന്മാരെ കൊന്നൊടുക്കിക്കൊണ്ട് അവിടെയെല്ലാം നടന്നു എന്നർത്ഥം. അടുത്ത ശ്ലോകം. കമണ്ഡലൂജലാക്ഷേപഹത വീര്യാൻ ഹതൗജസ ബ്രഹ്മാണി ചാകരോ ശത്രുൻ യേന സ്മധാവതി. കമണ്ഡലൂജലാക്ഷേപഹത വീര്യാൻ, ഒറ്റ വാക്ക്, ഒരു പദം. ഹത ഔജസഹ, ഹത ഔജസഹ ബ്രഹ്മാണി ച അകരോത് ശത്രുൻ. ചാകരോ ശത്രു, അത് അകരോത് ത പ്ലസ് ആ വന്നപ്പോൾ അത് ഇച്ഛയായി മാറി. അപ്പം ച അകരോത് ശത്രുൻ എന്നുള്ളത് ചാകരോ ശത്രുൻ എന്നായി, ഇച്ഛ വന്നു. ഏന എന്ന് പറയുന്നത് ഏതേതു വഴിക്ക്. സ്മാ ധാവതി, ഏതേത് വഴിക്ക് ഓടുന്നുവോ. അപ്പോൾ ഈ കമണ്ഡലു ഭദ്രകാളിയുടെ കയ്യിലുള്ള കമണ്ഡലുവിലെ ജലം ക്ഷേപം ചെയ്തപ്പോൾ, ആക്ഷേപം ചെയ്യുക എന്ന് പറഞ്ഞാൽ തളിക്കുക എന്നർത്ഥം. ആ കമണ്ഡലുവിലെ ജലം തളിച്ചപ്പോൾ അസുരന്മാരെല്ലാവരും, വീര്യന്മാരായ അസുരന്മാർ, ഹതവീര്യാൻ, വീര്യം നശിച്ചു അവരുടെ. അതാണ് വീര്യാൻ, ഹതവീര്യാൻ എന്ന് പറഞ്ഞത്. വീര്യം നശിച്ചു. ഹത ഔജസഹ, ഔജസ് എന്ന് പറഞ്ഞാൽ ഓജസ്, അവരുടെ ഓജസ്സും വീര്യവും എല്ലാം നശിച്ചു, നശിച്ചവരായി. ബ്രഹ്മാണി, അപ്പോൾ ഓജസ്സും വീര്യവും എല്ലാം നശിച്ചവരായി എന്ന. കമണ്ഡലു ജലാക്ഷേപ ഹതവീര്യാൻ ഹതൗജസഹ. കമണ്ഡലുവിലെ ജലം തളിച്ചപ്പോൾ അസുരന്മാരെല്ലാം വീര്യവും ഓജസ്സും നശിച്ചവരായി തീർന്നു. അടുത്തതിൽ ബ്രഹ്മാണി, ബ്രഹ്മാവിൻ്റെ ശക്തിയായ ബ്രഹ്മാണി ദേവിയും, അതാണ് ച എന്ന് പറഞ്ഞത്. ബ്രഹ്മാണി ച അകരോത്, ആ ബ്രഹ്മാണി ദേവിയും അകരോത് ചെയ്തു. എന്താ? ശത്രുക്കളെ ആ ബ്രഹ്മാണി ദേവിയും ശത്രുക്കളെ ഏതേത് വഴിക്ക് പോകണം ആ വഴിക്കെല്ലാം ഓടിച്ചു വിട്ടു. അപ്പോൾ അവരെല്ലാം ഓടാൻ തുടങ്ങി. ബ്രഹ്മാണി ദേവിയും ഈ ശത്രുക്കളെയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടിച്ചു വിട്ടു. അപ്പോൾ കമണ്ഡലൂജലാക്ഷേപ ഹതവീര്യാൻ ഹതൗജസ ബ്രഹ്മാണി ചാകരോ ശത്രുൻ യേന സ്മധാവതി. ധാവതി എന്ന് പറഞ്ഞാൽ ഓടുക. ബ്രഹ്മാണി ദേവി സഞ്ചരിച്ച മാർഗങ്ങളിലെല്ലാം കണ്ടുമുട്ടിയ അസുരന്മാരെയൊക്കെ കമണ്ഡലുവിലെ ജലം തളിച്ച് മോഹിപ്പിച്ചു. മോഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മോഹാലസ്യപ്പെട്ടു പോകും. ആ വെള്ളം തളിക്കുന്നവരെല്ലാം വീണു പോണു, മോഹാലസ്യപ്പെട്ടു പോയി എന്നർത്ഥം. ഏന എന്ന് പറഞ്ഞാൽ ഏതേത് വഴിക്ക്. സ്മാ എന്ന് പറഞ്ഞാൽ ഏതേത് വഴിക്കൊക്കെ ഓടുന്നുവോ. അതുപോലെ കമണ്ഡലു എന്ന് പറഞ്ഞ ആ പാത്രം, അത് ഈ ദേവിയുടെ കയ്യിൽ, കാളിയുടെ കയ്യിലുണ്ടായിരുന്നു. അത് ബ്രഹ്മാണി ദേവിയുടെയും കയ്യിലുണ്ടല്ലേ. കാളിയുടെ കയ്യിലുമുണ്ട്, ബ്രഹ്മാണി ദേവിയുടെ കയ്യിലുമുണ്ട്. അപ്പോൾ അത് ബ്രഹ്മാണി ദേവി ബ്രഹ്മാവിൻ്റെ ശക്തിയായ ബ്രഹ്മാണി ദേവി തൻ്റെ കയ്യിലുള്ള കമണ്ഡലുവിൽ നിന്ന് അവരും വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം തളിച്ച് എല്ലാവരെയും ഓടിച്ചുകൊണ്ടിരുന്നു. ബ്രഹ്മാണി ദേവി ഏതൊക്കെ വഴിക്ക് പോകുന്ന വഴിക്ക് ആരെയൊക്കെ കാണുന്നോ അവരെയൊക്കെ മോഹാലസ്യപ്പെടുത്തി, അങ്ങനെ വെള്ളം തളിച്ച് എന്നർത്ഥം. അടുത്ത ശ്ലോകം. മാഹേശ്വരി തൃശൂലേന തഥാ ചക്രേണ വൈഷ്ണവി ദൈത്യാൻ ജഘാനകൗമാരി തഥാ ശക്തി അതികോപനാം. ഇവിടെ മഹേശ്വരൻ്റെ ശക്തിയായ ആ മാഹേശ്വരി ദേവി ത്രിശൂലം കൊണ്ട് തഥാ ചക്രേണ വൈഷ്ണവി,
അപ്രകാരം ചക്രത്താൽ വൈഷ്ണവീദേവിയും മാഹേശ്വരി ത്രിശൂലം കൊണ്ടും വൈഷ്ണവീദേവി ചക്രം കൊണ്ടും ദൈത്യാൻ ജഖാന ദൈത്യന്മാരെ ഹനിച്ചു. ജഖാന എന്ന് പറഞ്ഞാൽ ഹനിക്കുക. കൗമാരി തഥാ അപ്രകാരം കൗമാരീദേവി കുമാരൻ്റെ ശക്തിയായ കൗമാരീദേവി ശക്തി അതികോപന, ശക്തി എന്ന് പറഞ്ഞാൽ വേലുകൊണ്ടും. അപ്പം മഹാദേവൻ്റെ ശക്തിയായ മാഹേശ്വരി ദേവി ത്രിശൂലം കൊണ്ടും വിഷ്ണുവിൻ്റെ ശക്തിയായ വൈഷ്ണവി ദേവി ചക്രം കൊണ്ടും സുദർശന ചക്രം കൊണ്ടും കുമാരൻ്റെ ശക്തിയായ കൗമാരി ദേവി സുബ്രഹ്മണ്യൻ്റെ ശക്തിയായ കൗമാരി ദേവി ശക്തി കൊണ്ട് വേലുകൊണ്ടും ഈ ദൈത്യന്മാരെയെല്ലാം കൊന്നുകളഞ്ഞു. ദിതിയുടെ മക്കൾ ദൈത്യന്മാരും ധനുവിൻ്റെ മക്കൾ ദാനവരും എന്നാണ് അത് അടുത്ത ശ്ലോകത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദൈത്യാൻ എന്ന് പറഞ്ഞാൽ ദൈത്യന്മാരെ അസുരന്മാരെയല്ലേ ഈ 3 ദേവിമാരും കൂടി കൊന്നുകളഞ്ഞു. മാഹേശ്വരി ത്രിശൂലേന തഥാ ചക്രേണ വൈഷ്ണവി ദൈത്യാൻ ജഖാന കൗമാരി തഥാ ശക്തിയാദികോ കോപിനാം. കോപന എന്ന് പറഞ്ഞാൽ കോപത്താൽ എന്ന് കോപം കൊണ്ട്. മാഹേശ്വരി ത്രിശൂലം കൊണ്ടും വൈഷ്ണവി ദേവി ചക്രായുധം കൊണ്ടും കോപനായ കൗമാരി ദേവി വർദ്ധിച്ച കോപത്തോടു കൂടിയ കൗമാരി ദേവി ശക്തി എന്ന ആയുധം കൊണ്ട് അസുരന്മാരെ നിഗ്രഹിച്ചു എന്ന് അർത്ഥം. അടുത്ത ശ്ലോകം ഐന്ദ്രീകുലിശപാതേന ശതശോ ദൈത്യദാനവാഹ പേതുർവിദാരിത ഭൂമൗ രുധിരൗഖപ്രവർഷിണ. ഇവിടെ ഇന്ദ്രശക്തിയായ ഐന്ദ്രീ ദേവി കുലിശപാതേന, കുലിശം വജ്രായുധം, ഇന്ദ്രൻ്റെ ആയുധമായ വജ്രായുധമാണ് ദേവിയുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് ആ വജ്രായുധം പതിച്ച് ശതശഹ, ശതം 100 ശതശം എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ദൈത്യദാനവാഹ ദിതിയുടെ മക്കളായ ദൈത്യന്മാരും ധനുവിൻ്റെ മക്കളായ ദാനവന്മാരും 2 പേരും 100 കണക്കിന് അസുരന്മാരും അസുരന്മാരും ദാനവന്മാരും ദൈത്യന്മാരും ദാനവന്മാരും പേതു പതിച്ചു. എവിടെ? ഭൂമിയിൽ. എങ്ങനെ? വിദാരിത എന്ന് പറഞ്ഞാൽ ദാരം എന്ന് പറഞ്ഞാൽ പിളർക്കുക, ധാരിക്കുക. വിദാരിത വിശേഷണ ദാരിതം, മാറു പിളർന്ന് ഭൂമിയിൽ പതിച്ചു എന്നാണ്. അപ്പോൾ ഭൂമി പൃഥ്വിയിൽ ഭൂമിയിൽ പതിച്ചു. രുധിരം രക്തമാണ്, ഔഖം പ്രവാഹമാണ്. അപ്പം രക്തപ്രവാഹം ഒഴുക്കിക്കൊണ്ട് എങ്ങനെയാണ് അവർ ഭൂമിയിൽ പതിച്ചതെന്നാണ് പറഞ്ഞത്. രക്തപ്രവാഹം ഒഴുക്കിക്കൊണ്ട് ഭൂമിയിൽ പതിച്ചു. രുധിരൗഖ പ്രവർഷിണക, വർഷിക്കുക എന്ന് പറഞ്ഞാൽ ഒഴുകുക, പ്രവർഷിണ എന്ന് പറഞ്ഞാൽ പ്രകർഷേണ വർഷിക്കുക. അപ്പോൾ ഐന്ദ്രീകുലിശപാതേന ശതശോ ദൈത്യദാനവാഹ പേതുർവിദാരിതാ ഭൂമൗ രുധിരൗഖ പ്രവർഷിണക. അതായത് ബ്രഹ്മാണിയുടെ കമണ്ഡലുവിൽ നിന്ന് വെള്ളം തളിച്ച് കുറേ പേരെ കൊന്നു. ബാക്കി ദേവിമാരൊക്കെ ആയുധങ്ങളെ കൊണ്ട് കൊന്നു. ഇവിടെ ഇന്ദ്രൻ്റെ ശക്തിയായ ഇന്ദ്രാണി ദേവി ഐന്ദ്രീ ദേവി വജ്രായുധം കൊണ്ട് മാറ് പിളർന്ന് ദാനവന്മാരെയും ദൈത്യന്മാരെയും കൊന്നു. അവർ രക്തമൊഴുക്കിക്കൊണ്ട് ഭൂമിയിൽ പതിച്ചു എന്നാണ്. അപ്പം ഇന്ദ്രാണിയുടെ വജ്രപാതമേറ്റ് പിളർക്കപ്പെട്ട ശരീരത്തോടു കൂടിയ അനേക അസുരന്മാർ രക്തവും ഒലിപ്പിച്ച് ഭൂമിയിൽ വീണ് കിടന്നിരുന്നു എന്ന് ഇത്. അപ്പോൾ ഇത്രയും ഞാനൊന്ന് വായിക്കാം. ഒന്നും കൂടെ വായിച്ചിട്ട് ഒന്നുകൂടെ വേഗം അർത്ഥം പറഞ്ഞു തരാം. തഥപ്രഥമമേവാഗ്രേ ശരശക്തിഷ്ടിവിഷ്ടിഭിः വവർഷുരുദ്ധതാമർഷാംസ്താം ദേവീമരാരയഃ
അനന്തരം അവർ ആദ്യമായി ബാണങ്ങൾ, വേൽ, ഈട്ടി എന്നീ ആയുധങ്ങളെ ദേവിയുടെ നേരെ വർഷിച്ചു. സാച തത്പ്രഹിതാൻ ബാണാൻ ശൂലശക്തി പരശ്വതാൻ ചിച്ഛേദലീലയാത്മാദം ധനുർമുക്തൈർമഹേഷുഭിः. ഒറ്റപ്പതാണ് ലീലയാത്മാദ ധനുർമുക്തൈർമഹേഷുഭിः. ലീലയായിട്ട് ആ വില്ലിൽ നിന്ന് അമ്പിനെ മോചിപ്പിച്ചു. അതാണ് മുക്തൈഹി എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ധനുഹു മുക്തൈഹി മഹായിഷുഭിഹി ഇങ്ങനെ വാക്കുകൾ. അപ്പോൾ ധനുർമുക്തൈർ മഹേഷുഭിഹി എന്ന്. ലോകമാതാവായ ആ ദേവി അസുരന്മാർ പ്രയോഗിച്ച ബാണങ്ങളെയും ശൂലം, ശക്തി, പരശ്വതം തുടങ്ങിയ ആയുധങ്ങളെയും ഒരു പ്രയാസവും കൂടാതെ മുറിച്ചു കളഞ്ഞു. തസ്യാഗ്രസ്തഥാ കാളി ശൂലപാദവിധാരിതാൻ ഖഡ്വാംഗബോധിതാംശ്ചാരീൻ കുർവതീ വ്യചരത്തതാ. അനന്തരം ഭദ്രകാളി ഭഗവതിയുടെ മുമ്പിൽ വെച്ച് ത്രിശൂലം കൊണ്ടും ഖഡ്വാംഗം എന്ന ആയുധം കൊണ്ടും അസുരന്മാരെ കൊന്നൊടുക്കിക്കൊണ്ട് അവിടെയെല്ലാം നടന്നു. കമണ്ഡലോ ജലാക്ഷേപ ഹതവീര്യാൻ ഹതൗജസഹ. ഹതവീര്യാൻ വീര്യന്മാരെ ഹതിച്ചു, വീര്യമെല്ലാം നശിച്ചു എന്നർത്ഥം. ഹതൗജസ ഓജസ്സൊക്കെ നശിച്ചു. ബ്രഹ്മാണീച അകരോത് ശത്രുൻ, അതൊന്നിച്ച് പറയുമ്പോൾ ചാകരോശത്രുൻ ഇച്ഛ വരും അവിടെ. ഏന സ്മധാവതി അവിടെയെല്ലാം ഓടി ആണ്. അപ്പം ബ്രഹ്മാണി ദേവി സഞ്ചരിച്ച മാർഗങ്ങളിലെല്ലാം, ധാവതി എന്ന് പറഞ്ഞാൽ ഓടി നടന്ന മാർഗങ്ങളിലെല്ലാം കണ്ടുമുട്ടിയ അസുരന്മാരെയൊക്കെ കമണ്ഡലുവിലെ ജലം തളിച്ചു മോഹിപ്പിച്ചു എന്നർത്ഥം. മാഹേശ്വരി ത്രിശൂലേന തഥാ ചക്രേണ വൈഷ്ണവി ദൈത്യാൻ ജഘാന കൗമാരി തഥാ ശക്തിയാദികോപനാം. മാഹേശ്വരി ത്രിശൂലം കൊണ്ടും വൈഷ്ണവി ദേവി ചക്രായുധം കൊണ്ടും അതികോപനയായ കൗമാരി ദേവി ശക്തി എന്ന ആയുധം കൊണ്ടും അസുരന്മാരെ നിഗ്രഹിച്ചു. ഐന്ദ്രീകുലശപാതേന ശതശോ ദൈത്യദാനവാഹ പേതുർവിദാരിതാ ഭൂമൗ രുധിരൗഖപ്രവർഷണാഹ. ഇന്ദ്രാണിയുടെ വജ്രപാതമേറ്റ് പിളർക്കപ്പെട്ട ശരീരത്തോടുകൂടിയ അനേക അസുരന്മാർ രക്തവും ഒലിപ്പിച്ച് ഭൂമിയിൽ വീണ് കിടന്നിരുന്നു. അങ്ങനെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 10 പേരാണ് എല്ലാവരും. പിന്നെ അവസാനം ശുംഭന്മാർ പറയും, ശുംഭൻ പറയും, ഞാൻ ഒറ്റയാളേ ഉള്ളൂ, നീ ഇത്രയും പേരുണ്ടെന്ന്. അപ്പോൾ ദേവി എല്ലാവരെയും കൂടി തന്നിലേക്ക് ആവാഹിച്ച് താൻ ഒരാളേ ഉള്ളൂ എന്ന് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഈ 10 പേരാരൊക്കെയായിരുന്നു? ചണ്ഡിക, സപ്തമാതാക്കൾ 7 8ആയി, പിന്നെ ശിവദൂതി 9ആയി, പിന്നെ ഒരു ദേവി കാളി. അങ്ങനെ 10 പേര്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകങ്ങളുമായി വരുന്നവരെ ഹരിയും. അപരാധ സഹസ്രാണി ക്രിയന്തേ കർണിശമ്മയ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമീശ്വരീം. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചെയ്വ ന ജാനാമി ക്ഷിമ്യതാം പരമേശ്വരി. അമ്മേ നാരായണ. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. ഹരിഃ ഓം.